ഇന്ന് ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു ചെറിയ പീസ് കുമ്പളങ്ങ അതുപോലെ കട്ട് ചെയ്തത്, അതേപോലെ ചിരങ്ങ ഞാൻ ഒരു പീസ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി വേണ്ടത് നമുക്ക് വഴുതനങ്ങ വേണം. അപ്പോൾ അത് ഞാനതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് മത്തൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് പടവലങ്ങ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊന്ന് ചെറുതായിട്ട് ചിരണ്ടി കളഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ചെറിയ പീസ് പൂളയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതാ പീച്ചക്ക എടുത്തിട്ടുണ്ട്, അത് കണ്ടതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കായ എടുത്തിട്ടുണ്ട്, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ഞാൻ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ചെറിയൊരു പീസ് കയ്പ്പക്ക അത് ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതൽ വേണ്ട കേട്ടോ, കയ്പ്പ് കൂടിപ്പോകുള്ളൂ. പിന്നെ ഞാൻ അതാ നമ്മളുടെ മുള്ളങ്കി എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ ഉണ്ടല്ലോ, അത് ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏത് പച്ചക്കറി പയർ അതുപോലുള്ളതൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. 2 തക്കാളി എടുത്തിക്കണു, അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 4-5 വെണ്ടക്ക ഒന്ന് പിന്നെ കട്ട് ചെയ്ത് ഒന്ന് എണ്ണയിലിട്ട് വാട്ടി എടുത്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ ഞാൻ വെളുത്തുള്ളി 8-10 അല്ലി വെളുത്തുള്ളി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഈ വെണ്ടക്കന് വഴറ്റിയിട്ടുള്ളത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വഴറ്റിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഞാൻ പുളിങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഒരു വലിയൊരു നാരങ്ങയുടെ വലിപ്പത്തിൽ കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒഴിക്കണ്ട. ഞാൻ 2 തക്കാളി അത്യാവശ്യം പുളിയുള്ള തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ 1/2 കപ്പ് പരിപ്പ് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകിയതിന് ശേഷം ഞാൻ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരൊറ്റ വിസിൽ വന്നതോട് കൂടി തന്നെ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതും കൂടിയാണ് പരിപ്പ്, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാ പച്ചക്കറിയും കൂടി ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചുടുവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ എല്ലാതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മുരിങ്ങക്കായും അതേപോലെ തക്കാളിയും പിന്നെ നമ്മളുടെ വെണ്ടയ്ക്കൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ടല്ലോ, അത് ഞാൻ ഇതൊന്ന് ചെറുതായി വേവിച്ചതിന് ശേഷമാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഇങ്ങനെ ഈ ഒരു ഐറ്റംസ് പച്ചക്കറിയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ പച്ചക്കറിയും കൂടി ഒരുമിച്ചിടാത്തത് തന്നെ എന്താ വെച്ചാൽ ഇത് വെന്ത് ഉടഞ്ഞു പോകുള്ളൂ കേട്ടോ. അപ്പോൾ കറിക്ക് വല്ലാണ്ട് കുറുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കുറുക്ക നമുക്ക് സാമ്പാറിന് വേണ്ട. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഞാൻ ഈ പച്ചക്കറിയുടെ കൂടെ ഞാൻ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊന്നും ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതിൻ്റെ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കാം. പക്ഷേ ഇത് വിസിൽ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മൂടി പെട്ടെന്ന് തുറന്നു കൊടുക്കാം. അതിൻ്റെ ആവി ഒന്ന് വേഗം കളഞ്ഞതിന് ശേഷം നമുക്ക് വേഗം മൂടി തുറന്നു കൊടുക്കാം. എന്താ വെച്ചാൽ പെട്ടെന്ന് ഇത് വെന്ത് ഉടഞ്ഞു പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ബാക്കിയുള്ള പച്ചക്കറിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കയും അതേപോലെ മുരിങ്ങക്കായും പിന്നെ നമ്മളുടെ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഒരു വിസിൽ വന്നതോട് കൂടി തന്നെ നമുക്ക് പെട്ടെന്ന് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ ആവി കളഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി തുറന്നെടുക്കാം. നമുക്ക് കുറേ സമയം ഇങ്ങനെ വെക്കരുത്, അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഈ കഷ്ണങ്ങൾ ഉടഞ്ഞു പോണീനാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാ പച്ചക്കറിയും കൂടി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീരെ ക്ഷമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പാടെ ഒരുമിച്ചിട്ട് ഇട്ട് വേവിച്ചാലും മതി. അപ്പോൾ ഇത് കണ്ടോ, ഒരു കഷ്ണം പോലും ഉടഞ്ഞിട്ടില്ല. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ പുളിങ്ങന്ന് പിഴിഞ്ഞതിന് ശേഷത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സാമ്പാർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പാക്കറ്റായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഒരു 10 രൂപയുടെ സാമ്പാർ പൗഡറാണിത്. ഇതൊരു 25 ഗ്രാം ഉണ്ട്. ഇതിൻ്റെ മേളം എന്നാണ് കേട്ടോ ഈ ഒരു കമ്പനിയുടെ പേര്.
അപ്പോൾ ഈ ഒരു സാമ്പാർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഏത് കഷ്ണങ്ങൾ നമ്മൾ വല്ലാണ്ട് അങ്ങനെ കുത്തി ഇളക്കിയാൽ ഏത് കഷ്ണവും ഉടഞ്ഞു പോകും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സാമ്പാറിലേക്ക് കടുക് വറുത്തൊഴിച്ചെടുക്കാം. അപ്പോൾ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് കടുക്, ഉലുവ ഇത് രണ്ടും ഓരോ ടീസ്പൂൺ ഇട്ടെടുത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് ഒരു നുള്ളു മല്ലിയിലയും കൂടിയും ചേർത്ത് പിന്നെ അതേപോലെ ഒരു വറ്റൽമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് എല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ വറവ് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ആദ്യം കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ഇട്ടെടുക്കുക. ഉലുവ ഇട്ടെടുത്തതിന് ശേഷം കറിവേപ്പില, മല്ലിയില, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞു പോവാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. അസ്സലാമു അലൈക്കും. താങ്ക് യു.